ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൊറിയോലിസ് ബലത്തെക്കുറിച്ചാണ്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് കൊറിയോലിസ് ബലം രൂപപ്പെടുന്നത്. നമുക്കറിയാം, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഈ ഭ്രമണം മൂലമുണ്ടാകുന്ന ഒരു ബലമാണ് കൊറിയോലിസ് ബലം. ഇതൊരു കൃത്യമായി നമുക്കതിനെ നിർവചിക്കാൻ പറ്റില്ല. പക്ഷെ ഭൂമിയുടെ ഭ്രമണം മൂലം ഒരു ബലം ഉണ്ടാകുന്നുണ്ട്. ആ ബലമാണ് കൊറിയോലിസ് ബലം. ഇത് കണ്ടെത്തിയത് ഗസ്റ്റേവ് ഡി കൊറിയോലിസ് ആണ്. അതായത് ഭൂമിയുടെ ഭ്രമണ കാരണം മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കൊറിയോലിസ് ഫോഴ്സ്. കൊറിയോലിസ് ഫോഴ്സ് എല്ലാ വസ്തുക്കൾക്കും അനുഭവപ്പെടുകയില്ല. ഭൂമിയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ കൊറിയോലിസ് ബലം അനുഭവപ്പെടുകയുള്ളൂ. ഉദാഹരണത്തിന് തിരമാല, കൊടുങ്കാറ്റ് അങ്ങനെ തുടങ്ങിയ ഭൂമിയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ കൊറിയോലിസ് ബലം അനുഭവപ്പെടുകയുള്ളൂ. കൊറിയോലിസ് ബലം കണ്ടെത്തിയത് 1835 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഗസ്റ്റേവ് ഡി കൊറിയോലിസ് ആണ്. നമുക്കറിയാം, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ കറക്ക വേഗത കൂടുതലും ധ്രുവപ്രദേശങ്ങളിൽ കുറവുമാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു വസ്തു ദീർഘദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരം ആ വസ്തു സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാത വളയുന്നതായി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് കൊടുങ്കാറ്റ് ഒരുപാട് ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ പാത വളയും. റോക്കറ്റ് നേർരേഖയിലാണ് പോകുന്നതെങ്കിലും ഭൂമിയുടെ ഭ്രമണപഥം കടക്കാനാകുന്ന സമയത്ത് അതിന്റെ പാത വളയും. ഇതിന് എന്താണ് കാരണം? ഇതിന് കാരണം കൊറിയോലിസ് ബലമാണ്. കൊറിയോലിസ് ബലം കാരണമാണ് വസ്തുക്കളുടെ സഞ്ചാരപാതയിൽ മാറ്റം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമുക്ക് കാറ്റിനെ നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ചലിക്കുന്ന വസ്തുക്കൾ അവയുടെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് വ്യതിചലിക്കുന്നു. ഉദാഹരണത്തിന് കാറ്റ് ഉത്തരാർദ്ധഗോളം, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയുടെ സഞ്ചാരം വലത്തോട്ട് വ്യതിചലിക്കുന്നു. അതുപോലെ തന്നെ കാറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവയുടെ സഞ്ചാര ദിശ ഇടത്തോട്ട് വ്യതിചലിക്കുന്നു. ഇതിന് രണ്ടിനും കാരണം കൊറിയോലിസ് ബലമാണ്. ഇത് നമുക്ക് ചിത്രത്തിന്റെ സഹായത്താൽ പഠിക്കാം. ചിത്രം നോക്കിയാൽ കാണാം, കാറ്റ് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് കാറ്റിന്റെ ദിശ. ഈ കാറ്റ് ഇങ്ങനെ പോകുമ്പോൾ, ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് വലത്തോട്ട് വളയുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഈ കാറ്റ് താഴോട്ട് വരുമ്പോൾ ഇത് വലത്തോട്ട് വളയുന്നു. ഈ കാറ്റ് നേരെ പോകുമ്പോൾ ഇത് ഇങ്ങോട്ട് വളയുന്നു, റൈറ്റിലേക്ക് വളയുന്നു. ഇതിന് കാരണം കൊറിയോലിസ് ബലമാണ്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ സഞ്ചാര ദിശ വലത്തോട്ട് വളയുന്നു, വ്യതിചലിക്കുന്നു. അതിന് കാരണം എന്താണ്? കൊറിയോലിസ് ബലമാണ്. കാറ്റ് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തേക്കും എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തേക്കുമാണ് വ്യതിചലിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദക്ഷിണാർദ്ധഗോളത്തിൽ നമുക്ക് ചിത്രം കണ്ടറിയാം, കാറ്റ് നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇടത്തോട്ടാണ് വ്യതിചലിക്കുന്നത്. ഇതിനു കാരണം കൊറിയോലിസ് ബലമാണ്. അപ്പോൾ എന്താണ് കൊറിയോലിസ് ബലം? ഭൂമിയുടെ ഭ്രമണം കാരണം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിനെയാണ് കൊറിയോലിസ് ബലം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് കൊറിയോലിസ് ബലം. കൊറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ബലം, അതായത് കൊറിയോലിസ് ബലം ധ്രുവങ്ങളിൽ ശക്തവും ഭൂമധ്യരേഖയിൽ പൂജ്യവുമാണ്. ശ്രദ്ധിക്കണം, കൊറിയോലിസ് ബലം ഭൂമധ്യരേഖയിൽ 0ആണ്. വസ്തുവിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നുണ്ട്. കൊറിയോലിസ് ബലം ഒരു യഥാർത്ഥ ബലമല്ല, മറിച്ച് ഭൂമിയുടെ കറക്കം കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു പ്രത്യക്ഷ ബലം അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് മാത്രമാണ്. ഈ ബലം ഉണ്ടെന്ന് നമുക്കൊരു അനുമാനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാറ്റുകളുടെയും സമുദ്രപ്രവാഹങ്ങളുടെയും ദിശ നിശ്ചയിക്കുന്നത് കൊറിയോലിസ് ബലമാണ്. ചുഴലിക്കാറ്റുകൾ ഉത്തരാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങാൻ കാരണം കൊറിയോലിസ് ബലമാണ്.
ദീർഘദൂര വിമാനങ്ങളും മിസൈലുകളും കൃത്യസ്ഥാനത്തെത്താൻ കോറിയോലിസ് ബലം പ്രഭാവം കണക്കിലെടുത്ത് പാത ക്രമീകരിക്കേണ്ടതുണ്ട്. അതായത് ദീർഘദൂര വിമാനങ്ങളും മിസൈലുകളും കൃത്യസ്ഥാനത്തെത്താൻ കോറിയോലിസ് പ്രഭാവം കണക്കിലെടുത്ത് അവയുടെ പാത ക്രമീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.